ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബദാം പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പി ആയത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബദാം ഒന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം. ഞാനിപ്പം ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ ബദാം തൊലി കളഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ബദാം തൊലി കളഞ്ഞെടുക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാം, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഞാനിതാ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 1 കപ്പ് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് സാധാരണ നമ്മളെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബദാമെല്ലാം ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഇത് ഫസ്റ്റ് പാലൊന്നും ചേർക്കാണ്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ പാലും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഇതിപ്പോൾ 1 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ നമുക്ക് അത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ആ ബദാമിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ഇനിയും മധുരം വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പം കുറച്ച് മധുരം ഒന്ന് കുറവ് പോലെ തോന്നിയോണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മധുരം ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് മധുരം ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവണം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മധുരം ഒന്ന് കുറവ് പോലെ തോന്നും. അപ്പം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ മധുരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിന് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളത്തോട് കൂടി തന്നെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. നമ്മളിത് ചൈന ഗ്രാസ് മെൽട്ടാക്കിയിട്ട് പാലിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ടൈമിന് ചൈന ഗ്രാസിൻ്റെ ചൂടും പാലിൻ്റെ ചൂടും ഒരേപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് പാല് കുറച്ചൊന്ന് ചൂടായ ശേഷം ചൈന ഗ്രാസ് ഇപ്പുറത്തുനിന്ന് മെൽട്ടാക്കാൻ വെച്ചത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ചൈന ഗ്രാസ് മെൽട്ടാക്കി എടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതാ ചൈന ഗ്രാസ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പാൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിൽ കൂടി ഒഴിക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഈ ഒരു രീതിയിൽ സ്ട്രെയിനർ വെച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒഴിക്കുന്നോറും ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചീന ഗ്രാസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചീന ഗ്രാസ് കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബദാം പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബദാമിൻ്റെ തരി പോലെ ഉണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ ആ ബബിൾസ് അങ്ങനെ കാണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് അതിലൊന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബദാം പൊടിച്ചെടുത്തിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈൻസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഒരു 5 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 5 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാനൊരു 5 മണിക്കൂറിന് ശേഷമായിട്ടാണ് എടുക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.